ചന്തയിൽ ഇന്ന് നല്ല നേരം വീട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ മീനൊന്നും ഉണ്ടായിരുന്നില്ല. കിട്ടിയ മീൻ മേടിച്ച് വീട്ടിൽ പോന്നുട്ടോ. ഇന്നലെ കുറച്ച് കോവയ്ക്ക് എനിക്ക് അമ്മ തന്നിട്ടുണ്ടായിരുന്നേ. അത് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് നേരെ അടുപ്പത്തേക്ക് വെച്ചേ. ഇത്ര വലിയ മീനാണ് ഇതിന് കിട്ടിയത്. ചെറുതായത് കൊണ്ടും അത്യാവശ്യം ചെതമ്പലുള്ളത് കൊണ്ടും കുറച്ച് സമയം എടുത്തിട്ട് അറിയാം. ഈ മീൻ ഇവിടെ ചോന്നകോരാന്നാണേ പറയാ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാനുള്ളത് കമന്റ് ചെയ്യട്ടാ. ഞാൻ ചോദിക്കാൻ കാരണം വേറെ ഒന്നല്ലേ, എന്റെ നാട്ടിൽ എന്നെ പുതിയാപ്പിളക്കോരാന്ന് ഒരു പേരുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എനിക്ക് കൊല്ലംകാരുടെ മുളമ്പുളി കറി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് വെക്കാൻ അറിയില്ലാന്ന്. പക്ഷെ ഇന്ന് ഞാനത് വെച്ചു ഗൈസ്. എനിക്ക് അമ്മുവാണ് ഈ കറി എങ്ങനെ വെക്കണം എന്നത് പഠിപ്പിച്ചു തന്നേട്ടാ. ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് തന്നെ ഒരു 80% കറക്റ്റ് ആയുള്ളൂ. ഇനി റെഡി ആവാനുണ്ട്. പോകെ റെഡിയാക്കി എടുക്കും ഞാൻ. പിന്നെ മീൻകറി, മീൻ പൊരിച്ചതും, കോവയ്ക്ക മെഴുക്കുവരട്ടിയും, പുളിശ്ശേരി, അച്ചാറും എല്ലാം കൂട്ടി നല്ലൊരു ഊണങ്ങട് കഴിച്ചിട്ടുണ്ട്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ചായയും കാപ്പിയും വെക്കാറില്ലേ. ഭയങ്കരമായിട്ട് ഇങ്ങനെ കുടിക്കാൻ തോന്നുമ്പോ വീണ്ടും എനിക്ക് പുറത്ത് നട്ടം മേടിച്ചു തരാറ്. ഈവനിങ് ആയപ്പോ അങ്ങനെ കോഫി കുടിക്കാൻ പോയേ. മൂന്നാമൂരിൽ പുതിയതായിട്ട് വന്ന കടയാണ്. അവിടെ പോയിട്ട് കോഫിയും ബജിയും കഴിച്ചുട്ടാ. അതിന്റെ ഇടയിൽ കൂടെ വീണ്ടും ലൈമും കുടിച്ചിട്ടുണ്ടായിട്ടാ. വരുന്ന വഴിക്ക് ഈ ആഴ്ചത്തേക്കുള്ള പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അത് അടുക്കി പറക്കി ഫ്രിഡ്ജിൽ കയറ്റിലായിരുന്നു അടുത്ത പണി. പച്ചമുളകിന്റെ തണ്ട് കളഞ്ഞിട്ട് ഇഞ്ചി പച്ചമുളകും ഇതേപോലെ പാട്ടയിലാക്കിയിട്ടാ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറ്. എടുത്ത് ഉപയോഗിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാട്ടാ അത്. തൈര് പിന്നെ മസ്റ്റ് ആണല്ലോ. സവാള, ഉരുളക്കിഴങ്ങും വെളുത്തുള്ളിയൊക്കെ ഫ്രിഡ്ജിന്റെ അടിയിൽ ഈ ഒരു റാക്കിലാട്ടാ ഞാൻ വെക്കുക. അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.